ഫിലിം ഗാരേജിന്റെ OTT അപ്ഡേറ്റുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 5 8 OTT റിലീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലെ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത് വിജയിച്ച പിന്നീട് OTTയിലൂടെ ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്തപ്പെട്ട സിനിമയാണല്ലോ 12th ഫെയിൽ. നേരത്തെ ഹോട്ട്സ്റ്റാറിലൂടെ ഹിന്ദി പതിപ്പ് റിലീസ് ചെയ്ത സിനിമയുടെ മലയാളം, തമിഴ് ഉൾപ്പെടെയുള്ള ഡബിംഗ് പതിപ്പുകൾക്കായിട്ടും ഒരുപാട് പ്രേക്ഷകർ കാത്തിരിപ്പിലായിരുന്നു. ഇപ്പോഴത്തെ ഇന്നലെ സിനിമയുടെ ഡബിംഗ് പതിപ്പുകൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മലയാളം ഉൾപ്പെടെ 12th ഫെയിൽ 5 ഭാഷകളിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ നിലവിൽ ലഭ്യമാണ്. അതേസമയം ഇന്ത്യക്ക് പുറത്ത് നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി പതിപ്പിലും സിനിമ കാണാവുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് നാളെ OTT റിലീസിനൊരുങ്ങുന്ന ഒരു തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. വളരി എന്നാണ് ചിത്രത്തിന്റെ പേര്. ഋതിക നായകവേഷത്തിലെത്തിയ ഈ തെലുഗു സിനിമ ETV വിൻ എന്ന തെലുഗു പ്രാദേശിക OTT പ്ലാറ്റ്ഫോമിലൂടെ നാളെ മാർച്ച് 6-ാം തീയതി OTT റിലീസ് ചെയ്യുന്നതാണ്. വീഡിയോയിലെ മൂന്നാമത്തെ അപ്ഡേറ്റ് ഒരു തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് തന്നെയാണ്. ഈ ആഴ്ച മാർച്ച് 8-ന് OTT റിലീസ് ചെയ്യുന്ന തെലുഗു സിനിമയുടെ പേര് ബ്രീത്ത് എന്നാണ്. ചിത്രം അഹ തെലുഗു OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് OTT റിലീസ് ചെയ്യുന്നത്. മാർച്ച് 8-ന് തന്നെ മറ്റൊരു തെലുഗു സിനിമ കൂടി അഹ തെലുഗു OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്നു. സൗണ്ട് പാർട്ടി എന്നാണ് ചിത്രത്തിന്റെ പേര്. സിനിമ തെലുഗു ഭാഷയിൽ മാത്രം ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ കേരളത്തിലടക്കം പ്രൊമോഷൻ ചെയ്ത തമിഴ് സിനിമയാണ് പോർ. അർജുൻദാസ്, കാളിദാസ്, ജയറാം എന്നിവർ പ്രധാന റോളുകളിലെത്തിയ ഈ ത്രില്ലർ സിനിമയുടെ OTT അവകാശങ്ങൾ ഇപ്പോഴത്തെ ഒഫീഷ്യലായിട്ട് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം അടുത്ത മാസം ഏപ്രിലിലെ ആദ്യ ആഴ്ച ഏപ്രിൽ 5-ാം തീയതി OTT റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെറ്റ്ഫ്ലിക്സ് ആയതുകൊണ്ട് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലും OTT റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ ആഴ്ച മാർച്ച് 1-ാം തീയതി OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ നെറ്റ്ഫ്ലിക്സ് സീരീസ് ആണ് മാംല ലീഗൽ ഹേ. ഈ ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസിന് ഇപ്പോൾ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. ഹിന്ദി ഭാഷയിൽ മാത്രമാണ് നെറ്റ്ഫ്ലിക്സിലൂടെ സീരീസ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്ന ആദ്യത്തെ മലയാളം സിനിമയാണ് റാണി. ഭാവന നായകവേഷത്തിലെത്തിയ ശങ്കർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത ഈ മലയാളം സിനിമ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ നാളെ അർദ്ധരാത്രി 12 മണിയോടെ മാർച്ച് 7-ാം തീയതി OTT റിലീസ് ചെയ്യുകയാണ്. മനോരമ മാക്സിലൂടെ മലയാളം ഭാഷയിൽ മാത്രമായിരിക്കും റാണി OTT റിലീസ് ചെയ്യുക. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് 8-ാമത്തെ അപ്ഡേറ്റ് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന അബ്രഹാം ഓസ്ലറിൻ്റെതാണ്. ജയറാം നായകനെ എത്തിയ തിയേറ്ററുകളിൽ വിജയിച്ച മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത മമ്മൂട്ടി കൂടി ഒരു പ്രധാനപ്പെട്ട റോളിലെത്തിയ സിനിമയാണല്ലോ അബ്രഹാം ഓസ്ലർ. സിനിമയുടെ OTT അവകാശങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയത്. ജനുവരിയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്കായിട്ട് കഴിഞ്ഞ ഒരുപാട് ആഴ്ചകളായിട്ട് ഒരുപാട് സിനിമാ പ്രേമികൾ കാത്തിരിപ്പിലാണ്. എന്തായാലും കാത്തിരിപ്പിനൊടുവിൽ ഈ മാർച്ച് മാസം 20-ാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ അബ്രഹാം ഓസ്ലർ OTT റിലീസ് ചെയ്യുകയാണ്. മറ്റു ഭാഷാ പതിപ്പുകളുടെ ഡബിംഗ് വർക്കുകൾ പൂർത്തിയാകാത്തതാണ് സിനിമയുടെ OTT റിലീസ് ഇത്രയധികം വൈകാനായിട്ട് കാരണമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ പാൻ ഇന്ത്യൻ ഭാഷകളിൽ മാർച്ച് 20-ാം തീയതി ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുന്ന സിനിമയുടെ OTT റിലീസിനായിട്ട് കാത്തിരിക്കാം.